പ്രമോദ് വെളിയനാട് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഭയങ്കര കംഫർട്ടാണ്. ഏത് എന്താ പറയുക, ലൈക്ക് വാട്ടർ എവിടെ ഒഴിക്കുന്നു അവിടെ എന്ത് ഷേപ്പിലാണ് ഏത് ബോട്ടിലാണ് ഒഴിക്കുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ ആവാൻ കഴിവുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. പിന്നെ ജഗദീഷ് ചേട്ടൻ, അയ്യോ ജഗദീഷ് ചേട്ടൻ ഒരു രക്ഷയില്ല. ജഗദീഷ് ചേട്ടൻ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാൻ ജഗദീഷ് ചേട്ടൻ ആദ്യമായിട്ട് കഥ പറയുമ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞത്, ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നായകനായിട്ട് കുറേ പടങ്ങൾ ചെയ്ത സത്യനന്ദിക്കാട് പടങ്ങൾ, മറ്റേ ശ്രീധരൻ എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ജഗദീഷ് ചേട്ടനുണ്ട്. ഈ ജഗദീഷ് ചേട്ടനെ നമ്മൾ നമ്മുടെ ഫ്രെയിമിൽ എടുത്തിട്ട് ജഗദീഷ് ചേട്ടാ ഇങ്ങനെയല്ല അങ്ങനെയെന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പരിപാടി. അപ്പോൾ ജഗദീഷ് ചേട്ടൻ ഞാൻ പറഞ്ഞ ആ ലിസ്റ്റിൽ പെട്ട ആളാണ്. പാപ്പച്ചനൊളിവിലാണ് നല്ല അദ്ദേഹത്തിന്റെ കോടതി സീനൊക്കെ ഭയങ്കര രസമായിരുന്നു. അതെ അതെ, ജഗദീഷ് ചേട്ടൻ ഒന്നാമത്തെ ദിവസം എല്ലാ മേഖലയെ കുറിച്ച് നല്ല ധാരണയാണ്. എന്നാലും പുള്ളി ഡയറക്ടർ പറഞ്ഞേ കേൾക്കുള്ളൂ. അതെ, അദ്ദേഹം എല്ലാരും പറഞ്ഞു. ഇപ്പൊ പരിവാർ എന്ന് പറഞ്ഞൊരു മൂവി എടുത്തിറങ്ങി, ആ ഡയറക്ടേഴ്സ് പറയുന്നത് എന്താണ്, ആ മീറ്ററിന്റെ അപ്പുറത്തോട്ട് പോകരുതെന്ന് അവർ പറഞ്ഞ് അതങ്ങനെ കേൾക്കുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അത്രയും താരജാടയൊന്നും ഇല്ലാത്ത ഒരാളാണ് ജഗദീഷ് ചേട്ടൻ. വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. കൂട്ടുകാരനൊക്കെ നമുക്ക് എന്തായാലും ഈ സീനിയോറിറ്റി കൊണ്ട് ഒരു പേടി ഉണ്ടല്ലോ, ആ പേടി ഇവിടെ വേണ്ട. ഇപ്പൊ ഷമ്മി തിലകൻ എന്ന് പറയുന്ന നടൻ ഭയങ്കര ആർട്ടിസ്റ്റ് അല്ലേ, അത് പക്ഷെ ഷമ്മിച്ചാണ്ടൊക്കെ ഇടപെടുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. എന്താ പറയാന്ന് അത് പേടിയാണത്.